ഹലോ കൂട്ടുകാരെ, ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് ഒരു നാരക കർഷകൻ്റെ കൃഷിയിടത്തിലാണ്. ഇവിടെ ഇഷ്ടം പോലെ നാരകം കൃഷി ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരേക്കറോളം സ്ഥലത്ത് നാരകം തനി വിളയായിട്ട് ചെയ്തിട്ടുണ്ട്. ആ നാരകത്തിന് മറ്റ് മരങ്ങളുടെ ഷെയ്ഡൊന്നും പാടില്ല. അതുകൊണ്ട് തുറസായ സ്ഥലത്താണിത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നോക്കിക്കേ, ഇതിൻ്റെ കായ്ബലം നോക്കിക്കേ, എന്തേരം കായ്ച്ചു കിടക്കുന്നത്. ഇലയുടെ അത്രയും തന്നെ കായും കിടപ്പുണ്ട്. അപ്പം അതിന് കാരണം എന്ന് പറഞ്ഞാൽ പുള്ളി ചെയ്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ചുവട്ടിലൊക്കെ നല്ല വളം ഇട്ട് കൊടുത്തിട്ടുണ്ട്, നല്ല പരിചരണമുണ്ട്. അതുമാത്രമല്ല, ഇവിടെ കായ്ക്കുന്ന മാതൃവൃക്ഷങ്ങൾ, നാട്ടിലുണ്ടായിരുന്ന പല വീടുകളിലും കായ്ച്ചു കിടന്ന മാതൃവൃക്ഷങ്ങൾ സെലക്ട് ചെയ്ത് അതിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച തൈകളാണ് പുള്ളി ഈ തോട്ടത്തിൽ കൃഷി ചെയ്തിരിക്കുന്നത്. ഇവിടെ തൈകൾ വിൽപ്പനയ്ക്കും വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ പല സൈസ് തൈകളുണ്ട്. ചെറിയ തൈകളുണ്ട്, വലിയ തൈകളുണ്ട്, പല സൈസുണ്ട്. ഇതിൻ്റെ അത് കായ ഉള്ളതുണ്ട്, കായ ഇല്ലാത്തതുമുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഒരു ഫിക്സഡ് റേറ്റ് ഇട്ടാണ്, എല്ലാത്തിനും ഒരു റേറ്റ് ഇട്ടാണ് പുള്ളി വിൽക്കുന്നത്. അപ്പം ഒരു നാരങ്ങയുടെ തൈ വാങ്ങണമെന്ന് കുറേ നാളായിട്ട് വിചാരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ യൂട്യൂബിലൊക്കെ ഈ വീഡിയോ പലപ്പോഴും കണ്ടിട്ടുണ്ട്, പുള്ളിയുടെയൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ട്. പുള്ളിയുടെ വീഡിയോ കണ്ടിട്ട് ഇവിടുന്ന് ഒരു തൈ വാങ്ങണമെന്ന് തന്നെ വിചാരിച്ചുകൊണ്ടിരുന്നത്. കാരണം ഒന്നാമത്തെ കാര്യം, നമുക്ക് 100% വിശ്വസിച്ച് വാങ്ങാം. നമ്മുടെ ഈ കാലാവസ്ഥയ്ക്കാണെങ്കിൽ നമ്മുടെ ഈ അടുത്ത സ്ഥലം തന്നെ ആയതുകൊണ്ട് എന്തായാലും കായ്ക്കുമെന്ന് ഉറപ്പാണ്. അത്യാവശ്യം നല്ല കായ്ബലം കിട്ടും. പിന്നെ നമ്മൾ ഏത് തൈ ആയാലും ഇതുപോലത്തെ സ്ഥലങ്ങളിൽ നിന്ന്, കർഷകരുടെ അടുത്ത് നിന്ന് വാങ്ങുവാണെങ്കിൽ നമുക്ക് വിശ്വസിച്ച് വാങ്ങാം. കാരണം 3 വർഷം അല്ലെങ്കിൽ 4 വർഷം കഴിഞ്ഞ് കാത്തിരുന്ന് അത് കായ്ക്കാതെ വന്ന് നമ്മൾ വെട്ടിക്കളയേണ്ട ഒരു അവസ്ഥ വരുമല്ലോ, 100% ഉറപ്പാണ്. ഇത് 3 വർഷം എടുക്കുമല്ലോ കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ കായ്ക്കും. ഇപ്പോൾ തന്നെ കായുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ കായ്ക്കും, നാരകമായതുകൊണ്ട്.